നമസ്കാരം. ഇന്ദിരാഭവനിൽ UDF മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള തകൃതിയായ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. KPCC ആസ്ഥാനത്ത് നടന്ന അതീവ നിർണായകമായ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് മുന്നണിയിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. മന്ത്രിമാരുടെ പട്ടികയിൽ നാളെ അന്തിമ തീരുമാനമുണ്ടാകും. നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ പട്ടിക ഗവർണർക്ക് കൈമാറും. ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണ്. നാളെ രാവിലെയും ചർച്ച തുടരുമെന്ന് AICC വക്താവ് ദീപദാസ് മുൻഷി അറിയിച്ചു. തിങ്കളാഴ്ച പൂർണ്ണ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. ഏറെ തർക്കങ്ങൾക്കൊടുവിൽ ലീഗ് ഉന്നയിച്ച 5ാം മന്ത്രിസ്ഥാനം കോൺഗ്രസ് അംഗീകരിച്ചതായിട്ടാണ് സൂചന. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള എന്നിവർക്കൊപ്പം VE ഗഫൂറിന് ലീഗിന്റെ മന്ത്രി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതേസമയം VE ഗഫൂറിന് പകരം AKM അഷ്റഫിനെയും അവസാന നിമിഷം പരിഗണിച്ചേക്കാം. എന്നാൽ PK ബഷീറിന് ഇത്തവണ മന്ത്രിസ്ഥാനമില്ലെന്നാണ് ലീഗ് നേതൃയോഗത്തിൽ നിന്നുള്ള വിവരം. എല്ലാ കക്ഷികൾക്കുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞ ശേഷം മാത്രമേ UDF ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയുള്ളൂവെന്നും 5ാം മന്ത്രി പദവിയിൽ മുന്നണിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ലീഗിൽ ജില്ലകൾ തമ്മിലുള്ള മന്ത്രിസ്ഥാന പ്രാതിനിധ്യത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നതിനിടയ്ക്ക് കാസർഗോഡ് ജില്ലയ്ക്ക് മന്ത്രിസ്ഥാനം നൽകിയില്ലെങ്കിൽ അത് വോട്ടർമാരെ അവഹേളിക്കുന്നതിന് തുല്യമാകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP തുറന്നടിച്ചു. മറുഭാഗത്ത് കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിലും വ്യക്തമായ ധാരണയായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരായിരിക്കും കോൺഗ്രസിനുണ്ടാവുക. വൻ തർക്കങ്ങൾക്കൊടുവിൽ ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ ഉറപ്പു നൽകി രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡിനും നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും സാധിച്ചു. ഇതിന്റെ തുടർച്ചയായി നാളെ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. സുപ്രധാനമായ ധനവകുപ്പ് മുഖ്യമന്ത്രി VD സതീശൻ തന്നെ കൈകാര്യം ചെയ്യും. ചെന്നിത്തലയ്ക്ക് പുറമെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, ചാണ്ടിയുമൻ എന്നിവരും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ സ്പീക്കർ പദവിയാണ് ആലോചിക്കുന്നതെങ്കിലും താൻ സ്പീക്കർ സ്ഥാനത്തേക്കില്ലെന്ന് തിരുവഞ്ചൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മികച്ച വിജയം നേടിയിട്ടും അർഹമായ പരിഗണന ലഭിക്കാത്തതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കടുത്ത അതൃപ്തിയിലാണ്. മത്സരിച്ച 8-ൽ 7 സീറ്റും ജയിച്ച തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന നിലപാടിൽ PJ ജോസഫ് ഉറച്ചു നിൽക്കുകയാണ്. ഒരു മന്ത്രി പദവിയും ചീഫ് വിപ്പ് സ്ഥാനവും മാത്രം നൽകാമെന്ന കോൺഗ്രസ് വാഗ്ദാനം അവർ തള്ളി. റവന്യൂ, ജലസേചന വകുപ്പുകൾക്കായി കേരള കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും കൃഷി വകുപ്പാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഇത് ജോസഫ് വിഭാഗം നിരസിച്ചിട്ടുണ്ട്. മറ്റു ഘടകകക്ഷികളായ RSP തൊഴിൽ വകുപ്പ് വേണ്ടെന്ന നിലപാടിലാണ്. പകരം ജലവകുപ്പിലാണ് അവരുടെയും കണ്ണ്. ഒറ്റകക്ഷി MLAമാരുടെ കാര്യത്തിൽ CP ജോണിന് 5 വർഷവും അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും 2.5 വർഷം വീതവുമുള്ള ടേം വ്യവസ്ഥയാണ് കോൺഗ്രസ് വെച്ചിട്ടുള്ളത്. എന്നാൽ മന്ത്രിസ്ഥാനം ഇത്തരത്തിൽ പങ്കിടുന്നതിൽ മാണി സി കാപ്പന് കടുത്ത അമർഷമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വരും മണിക്കൂറുകളിൽ കൂടുതൽ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഈ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് നാളെയോടെ പൂർണ്ണമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. മന്ത്രിസ്ഥാനത്ത് ടേം വ്യവസ്ഥ പറ്റില്ല, ഫുൾ ടൈം വേണമെന്നാണ് മാണി സി കാപ്പൻ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ നാളെ തീരുമാനമായേക്കും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും മാണി സി കാപ്പനുമാണ് മുന്നണിയിൽ മന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനമായും കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിനുള്ളിലെ എല്ലാ പ്രശ്നങ്ങളും ശുഭകരമായി അവസാനിച്ചുവെന്നാണ് K സുധാകരൻ നേരത്തെ പ്രതികരിച്ചത്. കോൺഗ്രസിന് പുതിയൊരു മുഖച്ഛായ വന്നു. ചെന്നിത്തലയുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്നാണ് വിശ്വാസം. ചെറിയൊരു പോരായ്മയുണ്ട്. കാലക്രമേണ അത് പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു.